ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയാണ്. അപ്പം നവ്യയ്ക്ക് ആ മരുന്നൊക്കെ കലക്കി കൊടുത്തിട്ട് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിലും പ്രഷറിലൊക്കെ നിൽക്കുന്ന നമ്മുടെ ജലജയ്ക്ക് മുന്നിൽ നവ്യ നിന്ന് പല്ലിയെ കണ്ട് പേടിച്ച കാര്യം പറഞ്ഞപ്പം പല്ലിയെ കണ്ടൊന്നും പേടിക്കണ്ട, കാരണം ഈ വീട്ടിൽ പല്ലീനേക്കാളും വിഷമുള്ള മൂർഖൻ പാമ്പിൻ്റെ വിഷമുള്ള 2 പേരുണ്ട്, നീയും നിൻ്റെ അനിയത്തിയും. നിങ്ങളെ രണ്ടുപേരെയാണ് പേടിക്കേണ്ടത്, അല്ലാതെ പല്ലീനെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാസ് ഡയലോഗൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ ജലജ അങ്ങ് മാറി നിന്നു. അപ്പോഴത്തേക്കും ഹബി പറഞ്ഞു, നിനക്ക് എന്താ ഇപ്പം പ്രശ്നം? നിനക്കെന്താ പല്ലീനെ കണ്ട ഇത്ര പേടിയാണോ? അപ്പോൾ അവിടെ വല്ല പാമ്പുമായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തിരുന്നേനെ എന്ന് ചോദിച്ചപ്പോഴേക്കും, പാമ്പായിരുന്നെങ്കിൽ ഞാൻ അപ്പം അവിടെ തലകറങ്ങി വീണേനെ. എൻ്റെ പൊന്നബി, ആ പല്ലീനെ ഒന്ന് എടുത്ത് കളാ. അറിയാലോ, ഞാൻ പ്രഗ്നൻ്റാ. ഈ ഒരു സമയത്ത് പല്ലീനെയൊക്കെ കണ്ട് പേടിക്കാൻ പാടില്ല, അങ്ങനെ പേടി തട്ടാൻ പാടില്ല, അത് നമ്മുടെ കുഞ്ഞിന് ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊന്നും പറ്റില്ല, വേണമെങ്കിൽ നീ ആ പല്ലീനെ എടുത്ത് കളാ എന്നാണ് നമ്മുടെ അഭി പറഞ്ഞത്. അഭി പറയുന്ന കേട്ട് തന്നെ നമ്മുടെ നവ്യ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, പല്ലീനെ എടുത്ത് കളഞ്ഞില്ല, ഉറപ്പായിട്ട് ഞാൻ മുത്തശ്ശനോട് പോയി പറയും. ഓ, നിൻ്റെ ഒരു കാര്യം എന്തു പറഞ്ഞാലും മുത്തശ്ശൻ ഭീഷണിപ്പെടുത്തി നീ എന്നെ ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയാണെങ്കിൽ ആ ഒരു പല്ലീനെ എടുത്ത് കളയാൻ വേണ്ടി അങ്ങ് പോയി കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവൾക്ക് എന്താ പറ്റിയത്? ഇവളുടെ കുഞ്ഞ് പോകുന്നുമില്ല, ഇവളുടെ വയറെന്നാ കരിങ്കല്ലും കൊണ്ടുണ്ടാക്കിയ വയറാണോ? ഇതെന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ ആദർശി കിടന്നുറങ്ങുമ്പോഴത്തേക്കും നയന ഇങ്ങനെ ഒരു കോഫിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങുന്നത് കണ്ടില്ലേ, രാത്രി ഭയങ്കര ക്ഷീണമല്ലായിരുന്നോ? എന്തൊക്കെ ചെയ്തതാ, അതുകൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഏതായാലും ഒരു സെൽഫി എടുത്തേക്കാന്നൊക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ട് പതിയെ നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് ഇങ്ങനെ തിരിഞ്ഞപ്പം നയന ആദർശിൻ്റെ ദേഹത്തേക്ക് അങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്കും ആദർശൻ ഞെട്ടി എണീച്ചിട്ട് ഇത് എന്താ അടി കാണിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും ഞാനെന്ത് കാണിക്കാനാ, ആദർശേട്ടനല്ലേ കാണിക്കുന്നത്. ഇന്നലെ രാത്രി എനിക്ക് ഉമ്മ തരാൻ വരുന്നു, ഇപ്പം കെട്ടിപ്പിടിക്കുന്നു. ഇതെന്താ ആദർശേട്ടാ, ഞാൻ ഇതൊക്കെ മുത്തശ്ശനോട് പറയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഈ ചെയ്തതിനൊക്കെ തിരിച്ച് കടം വീട്ടാൻ നോക്ക്. എന്നാൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറയുമ്പം കടമോ, എന്ത് കടം? അല്ല, ഈ ചെയ്തതിനൊക്കെ ഇന്നലെ ഒരു കടം ബാക്കിയുണ്ടല്ലോ, പിന്നെ ഇപ്പം ഈ കെട്ടിപ്പിടിച്ചൊരു കടം, ഇതെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയോടും പറയുമ്പോൾ നീ എന്താ നയന ഈ പറയുന്നത്? ഇതൊക്കെ അങ്ങനെ വെളിയിൽ പറയാൻ കൊള്ളുന്ന കാര്യമാണോ? വെളിയിൽ പറയാൻ കൊള്ളുന്ന കാര്യം അല്ലെങ്കിൽ വേണ്ട. ഒരു ഭാര്യയുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളൊക്കെ അടക്കി പിടിച്ചാണല്ലോ ഞാനിവിടെ ജീവിക്കുന്നത്. അപ്പം പിന്നെ ഇതൊക്കെ സഹിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രേമിക്കുന്ന സമയത്താണേ പ്രേമിച്ചിട്ടുമില്ല. അല്ല, നിന്നോട് പ്രേമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ടൈമേ കിട്ടാനില്ലായിരുന്നു, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നോ? അല്ല നിങ്ങളോ? ഞാൻ പ്രേമിച്ചിട്ട് പോയിട്ട് ഒരു പെണ്ണിൻ്റെ ദേഹത്ത് തൊടണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ തൊടാറുള്ളൂ, അല്ലാതെ ഞാൻ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം ചോദിച്ചിട്ട് തൊട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ല, എനിക്കതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പ്രേമിച്ച് നടക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. ഞാൻ ജ്വല്ലറിയും കാര്യങ്ങളുമായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു പഠിച്ച ഉടനെ തന്നെ. പിന്നെ എങ്ങനെയാണ് അതിനുള്ള സമയം കിട്ടുന്നത്? 2 പേർക്കും അതിനുള്ള സമയം കിട്ടിയില്ല. ഇപ്പം അതിനുള്ള സമയം കിട്ടുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ വിധി ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നയനി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നയനി ഒരു ഷർട്ട് കൊടുത്തായിരുന്നല്ലോ, ഒരു ഷർട്ട് ഗിഫ്റ്റായിട്ട് നയനി ഇന്നലെ കൊടുത്തായിരുന്നു. ഏതായാലും ഇന്ന് ഷർട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനി ഒരു ഷർട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശിന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വളകാപ്പിനിടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥ. വളകാപ്പിനിടാനാണ് ആദർശിന് നയനയും ആ ഒരു ഷർട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതിലേത് ഗിഫ്റ്റ് ഇടും എന്ന് പറഞ്ഞുകൊണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ആദർശ് പറയുക, എന്ത് ചെയ്യാനാ, വിവാഹം കഴിഞ്ഞ ഓരോ ആൺമക്കളുടെ വിധി ഇതൊക്കെ ആയിരിക്കാം. ഭാര്യയുടെയും അമ്മയുടെയും നടുക്ക് കിടന്ന് വട്ടം ചുറ്റാനാണല്ലോ എൻ്റെ ഈശ്വര എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഷർട്ടൊക്കെ മേടിച്ചു. ഏതായാലും അമ്മ തന്നല്ലേ, ഇടാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ മേടിച്ചത്. പക്ഷേ നയനയുടെ ഷർട്ട് ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ അവിടെ മുത്തച്ഛനോട് പറഞ്ഞത് വലിയ പ്രശ്നമാക്കി തീർക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന നമ്മുടെ ആദർശ്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ജലജയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് വിളിച്ച് ചോദിക്കാമെന്ന് ഓർത്ത്, ഇനി ഗുളിക വല്ലതും മാറിപ്പോയെന്ന് അറിയില്ലല്ലോ.
അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നവ്യയ്ക്ക്. അതെന്താ പ്രശ്നമൊന്നും ഉണ്ടാകാത്തത്? അല്ല ഗുളിക വല്ലതും ഡോക്ടർക്ക്? ഇല്ല ജലജ, ഗുളികയൊന്നും അങ്ങനെ ഒരു ഡോക്ടർമാർക്കും മാറിപ്പോകാറില്ല. ഞാൻ അത്രയ്ക്ക് നോക്കിയിട്ട് തന്നെ ഗുളിക എടുത്ത് തന്നത്. സാധാരണ കുഞ്ഞു വയറ്റിലുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ളതാണ്. എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട് ജലജ. അല്ല എന്താ ഡോക്ടർ? അത് വേറൊന്നുമല്ല, തൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് തന്നെയാണോ? അത് പിന്നെ പ്രഗ്നൻ്റ് അല്ലാതിരിക്കുമോ? അവൾക്കിപ്പം വയറ് തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വയറായെങ്കിലും എന്താണെങ്കിലും ആ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഉറപ്പായിട്ടും പോകും. അത് 100% ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്തു നോക്കൂ, അവൾ പ്രഗ്നൻ്റ് ആണോ എന്നൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് ശരിയായിരിക്കും. അതായിരിക്കും ശരി, അതിൻ്റേതായ ശരി അതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരിക്കലും വഴിയില്ല. കാരണം ഞങ്ങളുടെ കുടുംബ ഡോക്ടർ തന്നെ അവളെ നോക്കുന്നത്. അങ്ങനെ കുടുംബ ഡോക്ടർ കള്ളമൊന്നും പറയുമല്ലോ, ഡോക്ടറുടെ ഇതാണല്ലോ, ഡോക്ടറാണല്ലോ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം ജലജ. ഇത് വ്യക്തമായിട്ടൊന്ന് താൻ കേൾക്കണം. ഞാനിപ്പം തന്നോട് ഈ ഗുളികയൊക്കെ തന്നെ തന്നോടുള്ള സ്നേഹത്തിൻ്റെയും താൻ എൻ്റെ ഫ്രണ്ട് ആണല്ലോ എന്ന നിലയ്ക്കാണല്ലോ. ആ ഒരു സ്നേഹവും സഹതാപവും ഒക്കെ ആ ഡോക്ടറിന് നവ്യയോടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നവ്യയുടെ കൂടെ നിന്നുകൂടാ? അങ്ങനെ ഒരു ഇതുണ്ടാക്കി എടുത്തുകൂടാ? ഏതായാലും താനൊരു കാര്യം ചെയ്യ് ജലജ, ആ ഒരു സ്കാൻ റിപ്പോർട്ടൊക്കെ എടുത്തൊന്ന് നോക്ക്. എന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഏതായാലും ജലജയ്ക്ക് അപ്പം ചെറിയ സംശയം തുടങ്ങി. ജലജ അത് ശരിയാണല്ലോ, ഡോക്ടർ പറഞ്ഞതുപോലെ സ്കാൻ റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്നൊക്കെ ഓർത്ത് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇതേ സമയം നവ്യയും നയനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പം നയനം വന്ന് ചോദിക്കുക, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പം നവ്യ പറയുകയാണ്, അതേ എൻ്റെ ഒരു ബ്ലൗസ് കാണാനുണ്ട്, അതിൻ്റെ ശകലം കീറിയൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പം, ആണോ? ഏതായാലും ഇവിടെ ഒരു തൊരപ്പനലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ അമ്മ പറഞ്ഞത്. അത് വേറെ ആരുമല്ല, നിൻ്റെ അമ്മായിയമ്മ തന്നെയാണ്. കുറേ സാരി നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് ചിലപ്പം ആ സ്ത്രീയുടെ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പം, ഏതാണെങ്കിലും നല്ലൊരു സാരി ആയിരുന്നു. എനിക്ക് വളകാപ്പിനാണെങ്കിൽ ആ സാരി ഉടുക്കാമെന്ന് ഓർത്തായിരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അല്ല നീ ഒരു കാര്യം ചെയ്യുക, ഷെൽഫിലൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്ക്. വളകാപ്പിൻ്റെ കാര്യം നീ ദയവ് ചെയ്ത് എന്നോട് പറയരുത്. എനിക്ക് പേടിയാണ് എൻ്റെ പൊന്ന് നവ്യേച്ചി. എന്താ ഇനി ചെയ്യുക എന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ കള്ളം പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നവ്യേച്ചിക്ക് മാത്രമല്ല, അതെനിക്കും കൂടെയാണ് ബാധകം, എന്നെയും കൂടി അത് ബാധിക്കുന്നത്. ഇത് പറയാൻ നോക്കിയിട്ട് നവ്യേച്ചി ഈ ഒരു ഭീഷണി പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നവ്യേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമേ നവ്യേച്ചി ഞാനിത് വെളിയിൽ പറയാത്തത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നവ്യേച്ചി ഞാൻ ഈ കാര്യം വെളിയിൽ പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, നീ ഏതായാലും സമാധാനമായിട്ടിരിക്കുക. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളും കൂടെ അല്ലേ ഉള്ളൂ. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ഗർഭം അലസിപ്പോയിന്നോ അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വല്ലതും ഞാൻ വരുത്തി തീർത്തോളാം. അല്ലാതെ അതിനു മുമ്പായിട്ട് ഇവിടെ ഇതാരും അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ജലജയാണെങ്കിൽ അവിടെ തപ്പിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ജലജയ്ക്ക് ആ ഒരു സ്കാൻ റിപ്പോർട്ട് കിട്ടുന്നു. ആ സ്കാൻ റിപ്പോർട്ട് ജലജ എടുത്ത ആ ഒരു സമയം നമ്മുടെ നവ്യ കണ്ടില്ല. നവ്യ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും ജലജ ഇവിടെ ഓരോന്നും ഇങ്ങനെ തപ്പുകയാണ്. അപ്പം പെട്ടെന്ന് നവ്യ ഈ പെണ്ണുമ്പോൾ എന്നെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ എൻ്റെ റൂമിൽ കയറിയെന്ന് ചോദിച്ചപ്പോൾ, ഇത് നിൻ്റെ റൂം മാത്രമല്ലല്ലോ, ഇതെൻ്റെ മോൻ്റെ റൂമും കൂടെയാണ്. എൻ്റെ മോൻ്റെ റൂമിൽ കയറുവാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് ചോദ്യം ചെയ്യാനേ നിനക്ക് അവകാശമില്ല മോളെ നവ്യ എന്ന് പറഞ്ഞു. അപ്പോൾ നവ്യ പറഞ്ഞു, എന്താണെങ്കിലും എന്താ തേടുന്നത് അത് പറഞ്ഞൂടെ? അത് പിന്നെ ഞാൻ തേടുന്നത് വേറൊന്നുമല്ല, എൻ്റെ മോനും ഞാനൊരു ചെറിയ ബ്രേസ്ലെറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അത് വളകാപ്പിന് എനിക്ക് വേണം, അത് ഇടാമെന്ന് ഓർത്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിന് ആണുങ്ങളിടുന്ന ബ്രേസ്ലെറ്റ് അതെന്തിനാ പെണ്ണുങ്ങൾക്ക്? അത് ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുന്ന ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ മകന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്, അത് ആരുടെ അനുവാദം വേണ്ട അത് എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തപ്പിയിട്ട് അങ്ങനെ ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് നവ്യ ഓർക്കുന്നത്, ഇനിയിപ്പം ഈ തള്ള ആ സ്കാൻ റിപ്പോർട്ട് വല്ലതും കണ്ടു കാണുമോ? സ്കാൻ റിപ്പോർട്ട് വല്ലതും ഈ തള്ള എടുത്ത് കാണുമോ? ഇതിപ്പം വല്ലാത്ത കുരുക്കാണല്ലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമ്മുടെ നവ്യയ്ക്ക് പിടി വീഴുവോ? വളകാപ്പിന് മുമ്പ് തന്നെ ജലജ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുവോ? ഇത് നവ്യയുടെ കൊലക്കയറാകുമോ? അതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയ്ക്ക് ഇതിൽ ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയും അത് ബാധിക്കും. അപ്പോൾ എന്തായിരിക്കാം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സംഭവിക്കാമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ? അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.